അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നോർത്ത് മാറാടി ഗവൺമെന്റ് UP സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. MLA ഫണ്ട് ഉപയോഗിച്ച് നോർത്ത് മാറാടി ഗവൺമെന്റ് UP സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സർക്കാർ സ്കൂളുകളുടെ പരിമിതി നമുക്ക് നല്ലപോലെ അറിയാം. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരും പ്രധാനാധ്യാപകരും അതുപോലെ മറ്റ് അനധ്യാപകരും ഒക്കെ ചേർന്ന് ഈ സ്കൂളിനെ നല്ലപോലെ കൊണ്ടുപോകാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത് ആദ്യത്തെ 2 വർഷം കൊണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ബിന്ദു വളരെ നിർബന്ധപൂർവ്വം ഈ സ്കൂളിൻ്റെ ഒരു സ്കൂൾ ബസ്സാണ് എനിക്ക് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായി ഏറ്റവും പ്രയോറിറ്റിയായി വേണ്ടത് എന്ന് പറയുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അപ്പോൾ ആദ്യം സ്കൂളിൻ്റെ വലിപ്പവും കുട്ടികളുടെ എണ്ണവും അടിസ്ഥാനപ്പെടുത്തി ചെറിയ സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ ചെറിയ സ്കൂൾ ബസ് ഇന്നത്തെ സർക്കാർ സംവിധാനത്തിൽ കിട്ടില്ല. കാരണം ആ ചെറിയ സ്കൂൾ ബസ് കൊടുക്കുന്ന കമ്പനിക്ക് കോടാനുകോടി രൂപ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത് കൊണ്ട് അവര് ഇനി സ്കൂൾ ബസ് സർക്കാർ ഫണ്ടിൽ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ബസ് സർക്കാർ ഫണ്ടിൽ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ കൊടുക്കുന്ന കമ്പനിയുടെ വാഹനം എടുക്കുകയെ മാറുള്ളൂ. കൊടുക്കുന്ന കമ്പനിയുടെ വാഹനം കുറച്ചുകൂടി വലിയ വാഹനം. അപ്പോൾ അതിന് 15 ലക്ഷം രൂപ പോലെ 20 ലക്ഷം രൂപ ആദ്യമാക്കി, അതുപോലെ 24 ലക്ഷം വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇത് തന്നെ ആയിരുന്നാലും ഇതൊരു സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, ഒരു പൊതു സ്ഥാപനത്തിന് വേണ്ടി ഇത്രയേറെ നിർബന്ധപൂർവ്വം ഇത്രയേറെ ആത്മാർത്ഥമായി ചോദിച്ചപ്പോൾ അത് നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് 24 ലക്ഷം രൂപ മുടക്കിയപ്പോൾ നമ്മൾ ഈ ബസ് ഇവിടെ വാങ്ങിയത്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ്, കൌൺസിലർമാരായ ജോയ്സ് മേരി ആന്റണി, ജിനു മടേക്കൽ, വാർഡ് കൌൺസിലർ ബിന്ദു ജയൻ, മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു, മെമ്പർ രതീഷ് ചങ്ങാലിമറ്റം, AEO KK ബെന്നി, PTA പ്രസിഡന്റ് സണ്ണി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ NAC അക്രഡിറ്റേഷനിൽ 3.73 എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.